പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എന്തോരം അസ്വസ്ഥതകളാണ് അല്ലേ. മെയിനായിട്ട് ആ വിമാന ദുരന്തം, അതിൽ ഒരു ഫാമിലിയുടെ ഒരു ഫോട്ടോ, നല്ല പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർ സന്തോഷപ്രദമായിട്ട് ഫ്ലൈറ്റിൽ കയറി വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർ UK പോവുകയാണ്, അവിടെ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ. പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നു. മനുഷ്യനൊന്ന് നിശ്ചയിക്കുന്നു, ദൈവനിശ്ചയം വേറെ. അതിൻ്റെ പൊരുളൊന്നും തേടാൻ ഒരു മനുഷ്യനായ എനിക്ക് അതിനുള്ള അറിവോ വിവേകമോ ഒന്നും എനിക്കില്ല. അപ്പോൾ സദാ ജാഗരൂകരായിരിക്കും. എപ്പോഴാണ് യജമാനൻ നമ്മെ വിളിക്കുന്നതെന്ന് നമുക്ക് അറിയുകയില്ല. നമുക്ക് ആകെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യം തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുക, തിന്മ ചെയ്യാതിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, പരിശുദ്ധിയിൽ ഇരിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എപ്പോഴും റെഡിയായിട്ടിരിക്കുക. We don't know when the call will come. എപ്പോഴാണ് നമ്മൾ വിളിക്കുന്നതെന്ന് ഈ ലോകത്തിലെ ഒരാൾക്കും അറിയാൻ പാടില്ല. പക്ഷേ സാത്താൻ മനുഷ്യനെ പറ്റിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ്. അതായത് ഈ മരണമൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വിയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു നാൾ അത് നമ്മെയും പിടികൂടും എന്നുള്ള കാര്യം എന്തുകൊണ്ടോ മനുഷ്യൻ്റെ തലയിൽ അത് രജിസ്റ്റർ ആകുന്നില്ല. അത് സാത്താൻ്റെ വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ വക പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾക്കത് ബാധകമല്ല എന്ന ഒരു മിഥ്യാബോധം മനുഷ്യരെ പിടികൂടുകയും അവർ തിന്മയിൽ ആർമാദിക്കുകയും ആ തിന്മയെ വെറുക്കാനായി അവർ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ച് അശുദ്ധിയിൽ ജീവിക്കുകയും പെട്ടെന്ന് ഒരു നാൾ നമ്മുടെ യജമാനൻ നമ്മളെ വിളിക്കുമ്പോൾ അവിശ്വസ്തരായ ഭൃത്യനെ പോലെ നമ്മൾ പോകേണ്ട ഒരു സമയം, ഒരു സന്ദർഭം എത്ര ഭയാനകമാണ്. അപ്പോൾ ഏറ്റവും ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എല്ലാ തിന്മയും വർജിച്ച് സത്യത്തിലും നീതിയിലും ജീവിക്കുക, കരുണയുള്ളവരായി,
നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ സ്നേഹിച്ച് നന്മ ചെയ്ത് ജീവിക്കുക എന്ന വിളി മാത്രമാണ് മനുഷ്യർക്കുള്ളത്. ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. നമ്മൾ ഭൂമിയിൽ വെച്ച് തന്നെ എന്തൊക്കെ സുഖങ്ങളുടെ പുറകെ പോയാലും നമുക്കത് മനസ്സിലാകും, അതെല്ലാം മിഥ്യയാണ്. ഒന്നും യഥാർത്ഥമായ ഒരു സമാധാനമോ സന്തോഷമോ നമുക്ക് നൽകുകയില്ല. ഒപ്പം മരണഭീതിയും. ഒരു പാപമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു മരണം നമ്മളിൽ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ മുമ്പിൽ ജീവനും മരണവും ഞാൻ വെച്ചിരിക്കുന്നു, നിനക്കത് തിരഞ്ഞെടുക്കാം. ഒരു പാപം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അല്പാൽപമായി മരിക്കുന്നു. ക്രമേണ അത് വലിയ മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഏറ്റവും നന്നായിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഡിസിഷൻ, അത് ആരുടെയും കുത്തകയൊന്നുമല്ല, കർത്താവ് എല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരു പ്രിവിലേജ്. ആ നല്ല കള്ളനെ പോലെ പോലും ജീവിതത്തിൻ്റെ 99% സമയവും ദുഷ്ടനായി ജീവിച്ച് അവസാനം പറയുകയാണ്, നീ പറുദീസായിലെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ കർത്താവ് പറയുന്നു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണ്. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കാം, ധ്യാനിക്കാം, അതനുസരിച്ച് ജീവിക്കാം. ഇവിടെ ഈ ലോകത്തിൽ വെച്ച് തന്നെ എപ്പോഴും ഹൃദയ നൈർമല്യത്തോടെ നമുക്ക് ജീവിക്കാം. അതിലും വലിയ ഒരു സെക്യൂരിറ്റിയോ ഒരു ഇൻഷുറൻസോ നമ്മൾക്ക് ഇല്ല. സദാ ജാഗരൂകരായിരിക്കുവിൻ, നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, തിന്മയെ വർജിക്കുവിൻ. ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു വെളിപാടിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു. ഒരിക്കൽ കൂടി ആ ദുരന്തത്തിലൊക്കെ അകപ്പെട്ടവർക്ക് അവരുടെ ആത്മാവിൻ്റെയൊക്കെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും പറുദീസായിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ഒരു ചിന്ത, മാനുഷികമായി നമുക്ക് ദുഃഖമാണെങ്കിലും അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ചിന്ത നമുക്ക് പ്രത്യാശ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Thank you, Jesus. Adore you, Jesus Christ. Worship you, Jesus Christ. Hallelujah. God bless you.